നമ്മളെല്ലാവരും ഏതെങ്കിലും ഒരു തരത്തിൽ രോഗത്തിന് അടിമപ്പെട്ട് ജീവിക്കുന്ന വ്യക്തികളാണ്. എന്നാൽ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് രോഗത്തിന് കീഴ്പ്പെട്ട് മരണത്തിന് പോകാനല്ല, മറിച്ച് ആരോഗ്യത്തോടെ, സൗഖ്യത്തോടെ, വിടുതലോടെ ആയിരിക്കാൻ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുകയാണ്. ദൈവത്തിൻ്റെ തിരുവചനം ഇപ്രകാരമാണ് പറയുന്നത്. 1 പത്രോസ് 2-ാം അധ്യായം അതിൻ്റെ 24-ാമത്തെ വാക്യം. നാം പാപം സംബന്ധിച്ച് മരിച്ച് നീതിക്ക് ജീവിക്കേണ്ടതിന് അവൻ തൻ്റെ ശരീരത്തിൽ നമ്മുടെ പാപങ്ങളെ ചുമന്നുകൊണ്ട് ക്രൂശിന്മേൽ കയറി അവൻ്റെ അടിപ്പിണരാൽ നിങ്ങൾക്ക് സൗഖ്യം വന്നിരിക്കുന്നു എന്ന് ദൈവത്തിൻ്റെ തിരുവചനം പറയുന്നു. പല രോഗത്തിനും കാരണം നമ്മൾ ചെയ്തു പോയ പാപമാണ്. എന്നാൽ നാം ചെയ്തു പോയ പാപത്തെ ചുമന്നുകൊണ്ടാണ് യേശു ക്രിസ്തു കാൽവരി ക്രൂശിൽ നമുക്ക് വേണ്ടി പരമയാഗമായി മാറിയത്. അവനേറ്റ അടിപ്പിണരാൽ നമുക്ക് സൗഖ്യം വന്നിരിക്കുകയാണ്. വിശ്വസിക്കുക, ഈ ദൈവവചനം നീ കേൾക്കുമ്പോൾ നിൻ്റെ ജീവിതത്തിലുള്ള രോഗങ്ങളെ കർത്താവ് അടിച്ചു മാറ്റും. കർത്താവ് നിന്നെ സൗഖ്യമാക്കും. യേശുവേ, അങ്ങനെ സ്പർശിക്കണം, എൻ്റെ ജീവിതത്തിൽ രോഗബന്ധനങ്ങളിൽ നിന്ന് എന്നെ വിടുവിക്കണമെന്ന് ഒരു വാക്ക് ദൈവസന്നിധിയിൽ പറയാമോ? കർത്താവെ, പ്രഭാതത്തിൽ വിടുവിച്ച് നീ ആരോഗ്യത്തോടെ, ബലത്തോടെ, ദീർഘായുസ്സോടെ ഇരുന്ന് ദൈവത്തിൻ്റെ മഹത്വം കാണുവാൻ കർത്താവ് നിന്നെ സഹായിക്കും. ഗോഡ് ബ്ലെസ് യു.